രജിസ്ട്രേഷനും ഓടിക്കാൻ ലൈസൻസും വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ നിലവിലെ നിയമപ്രകാരം യാതൊരു നടപടിയും എടുക്കാനാകില്ല. ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടാത്ത ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരത്തുകളിൽ ചീറിപ്പായുകയാണ്. ജെബിനെ, എന്താണ് നീ ഈ വണ്ടി വാങ്ങിച്ചേ? അതിപ്പോ ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വെക്കണ്ട, മുടിയൊക്കെ പോകുന്നു പേടിക്കണ്ട, മാത്രമല്ല എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് പോകാം, പോലീസ് ചെക്കിങ് പേടിക്കണ്ട, പിന്നെ ഒരു ബൈക്കിന്റെ പരിഗണന കിട്ടുകയും ചെയ്യും. രണ്ടെണ്ണം അടിച്ചാലും കുഴപ്പമില്ലല്ലേ? അതെ അതെ. അതുകൊണ്ട് തന്നെ ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ നമ്മുടെ നിരത്തുകളിലെല്ലാം രജിസ്ട്രേഷൻ വേണ്ടാത്ത വൈദ്യുത സ്കൂട്ടറുകൾ ധാരാളമുണ്ട്. ഇത്തരം വാഹനങ്ങളുടെ മോട്ടറിന്റെ ശക്തി 0.25 കിലോവാട്ടിൽ താഴെയായിരിക്കണം. ബാറ്ററി ഇല്ലാതെ വാഹനത്തിന്റെ ഭാരം 60 കിലോയിൽ കൂടാൻ പാടില്ല. രജിസ്ട്രേഷനും ലൈസൻസും വേണ്ടാത്ത ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങളുടെ പരമാവധി വേഗം മണിക്കൂറിൽ 25 കിലോമീറ്ററിന് മുകളിൽ പോകാൻ പാടില്ല. പക്ഷേ ഭൂരിഭാഗം വണ്ടികളും 50 കിലോമീറ്ററിലധികം വേഗതയിൽ പോകാൻ പറ്റുന്നതാണ്. എത്ര വേഗതയിൽ പോയാലും സ്കൂട്ടറിന്റെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ 25 കടക്കില്ല. അറിഞ്ഞോ അറിയാതെയോ സ്കൂട്ടറിൽ കൃത്രിമം കാണിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല. വരാൻ പോകുന്നത് വൈദ്യുതി വാഹനങ്ങളുടെ കാലമാണ്. കാലത്തിനനുസരിച്ച് നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതേപോലത്തെ നിയമലംഘനങ്ങൾ നോക്കി നിൽക്കാനേ ഭരണകൂടങ്ങൾക്ക് ആവുകയുള്ളൂ. ക്യാമറാമാൻ ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.